നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ഒരു പ്രിൻസിപ്പള് അവരെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ പേരിൽ സ്കൂളിൻ്റെ മുമ്പിൽ തടഞ്ഞതും അവരവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിനെതിരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തും എതിർത്തും അവർ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അവർ പറയുന്ന പോലെ ചെയ്താലെന്താ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. ചില സമയത്ത് പ്രതികരിക്കേണ്ട പോലെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ, അതായത് ഈ രീതിയിലുള്ള വ്യത്യസ്തമായ സമരമുറകൾ എടുത്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് അതിനുള്ള പോംവഴികൾ ഉണ്ടാവൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലും എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവർ ചെയ്തതിനകത്ത് വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ പരാതികൾ കൊടുക്കും. അവർ പറയുന്നുണ്ട് ഒരുപാട് പരാതികൾ ഇയാൾക്ക് മേൽ പോയിട്ടുണ്ട്, തീരുമാനമൊന്നും ആയില്ല. പക്ഷേ ഇപ്പം തീരുമാനമായല്ലോ അല്ലേ. ഇപ്പം തീരുമാനം ഏകദേശം ആ തടഞ്ഞ സെക്യൂരിറ്റിയെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ അയാളെ സസ്പെൻഡ് ചെയ്യുന്ന അയാളെ മേലുദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ട ആളാണ്. കാരണം അയാളെ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി ഒന്നും അല്ല. അപ്പോൾ അയാളുടെ പറയുന്ന കേട്ടു എന്നല്ലാതെ അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് ഇതിനൊരു പരിഹാരമൊന്നും ആവില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു അനിഷ്ടം അവിടെ നടക്കുന്നു എന്ന് ലോകരറിഞ്ഞതിലൂടെ ഇനിയും ആ മാനേജർക്ക് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനൊന്ന് അറയ്ക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതേപോലെ ഒരു സമരമുറ മല്ലപ്പള്ളി പഞ്ചായത്തിനെതിരെ ഞാൻ ഒരിക്കൽ നടത്തിയതാണ്. അത് പത്രങ്ങൾ വഴിയും ഇതിനകത്ത് കൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പലതവണ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറയാം. അത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു സ്ഥാപനത്ത് ഒരു വാടക കൊടുത്ത് വാടകച്ചിട്ടെടുത്ത് നമ്മളൊരു കടമുറിയൊക്കെ വാടകയ്ക്ക് എടുക്കുമ്പം നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് അല്ലേ. ആ അവകാശങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തീരും. അത് ഉണ്ടാക്കി തരേണ്ട ആൾക്കാർ തന്നെ അതിന് തടയിടുമ്പോൾ നമുക്കതിനെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കാം എന്നുള്ളത് അന്ന് എനിക്ക് പ്രതികരിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രതികരിച്ചു. പക്ഷേ പറ്റാതെ വന്നപ്പോൾ ഞാനവിടെ ഇതുപോലൊരു പാവിരിച്ച് ഞാൻ സമരമുറ എടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനും ഒരു തീരുമാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ ചില സമയത്ത് അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ പറഞ്ഞു, നീ ആ ഓഫീസിൽ കൊണ്ട പരാതി കൊടുക്കുക, ഈ ഓഫീസിൽ കൊണ്ട പരാതി കൊടുക്കുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്നോട് പുള്ളി പറഞ്ഞു തന്നു. ആ രീതിയിലൊക്കെ ഞാൻ പോയിട്ടും എനിക്കൊരു തീരുമാനവും ആയില്ല. പക്ഷേ ഈ ഒറ്റ ഒരു തീരുമാനം കൊണ്ട് എനിക്ക് എല്ലാത്തിനും പരിഹാരം കിട്ടി. അപ്പം ഞാൻ ചേട്ടനോട് വിളിച്ച് ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, നീ അവിടെ നിന്ന് സമരം ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറയാഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഒരു തീരുമാനമായി. അപ്പം ഇവർ ചെയ്തതിനകത്ത് തെറ്റുണ്ടാവാം അല്ലേ. ചിലപ്പോൾ പരാതി കൊടുത്തിട്ട് ചിലപ്പം പരാതി സ്വീകരിച്ച് കാണാം, പക്ഷേ അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തന്നെ നാട്ടുകാർ അറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു മാനേജരല്ല, ഇനി ഏതെങ്കിലുമൊക്കെ മാനേജർമാരിങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നടക്കും. പിന്നെ ഈ ചുരിദാർ ഇടുക എന്ന് പറയുന്നത് പണ്ടത്തെ പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേർ, അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനി അതിനെ കുത്തിക്കൊണ്ട് വരണ്ട. പല ടീച്ചർമാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടാണ്, സാരിയൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാം പേടിയാണ്, അവന്മാരൊക്കെ പിള്ളേരൊക്കെ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല, ആ അവസ്ഥയാണെന്ന്. ചുരിദാർ ഇട്ടാൽ പോലും കൃത്യമായിട്ട് ഷാളൊന്ന് വിട്ട് ചെന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിള്ളേരുടെ നോട്ടം കാണുമ്പോൾ നമ്മൾ ചൂളിപ്പോകുന്നൊക്കെ പല ടീച്ചർമാരും എന്നോട് പറഞ്ഞത് അനുഭവം എനിക്കുണ്ട്. ഇനി നിങ്ങൾ പറയുമ്പോൾ വേറെ തിരിച്ചല്ലല്ലേ, ഇപ്പോഴത്തെ എല്ലാം തങ്കപ്പെട്ട പിള്ളേരാണ്, നല്ല തങ്കം പോലത്തെ പിള്ളേരാ, പാലും വെള്ളം മാത്രം കുടിക്കുന്ന പിള്ളേരാണെന്ന് പറയുന്ന ടീച്ചർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ എന്നോട് പറയുന്ന ടീച്ചേഴ്സിന് പറയുന്ന അനുഭവമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സാരിയെക്കാട്ടിലും എപ്പോഴും എല്ലാ സ്ത്രീകൾക്കും കംഫർട്ടായിട്ടുള്ള വേഷം ഈ പറഞ്ഞ പോലെ ചുരിദാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ സാരി കൊടുത്തുകൊണ്ട് പോയാൽ വലിയ ദൂരമൊക്കെ ആണെങ്കിൽ ഞാനൊരു ചുരിദാർ എടുക്കുക, എവിടെ നിന്നെങ്കിലും സൗകര്യം കിട്ടിയാൽ നമുക്കത് മാറാൻ പറ്റിയാൽ മാറിക്കൊണ്ടേ പോരുള്ളൂ. കാരണം അത്രയ്ക്കൊരു അത് ഈ പറയുന്ന മാനേജറെ ഒരു ദിവസം സാരി ഉടുപ്പിച്ച് നടത്തണം ആ സ്കൂളിൽ കൂടെ. അയാളോട് ഒരു ദിവസം സാരി കൊടുത്തിട്ട് ആ സ്കൂളിൽ കൂടെ വൈകുന്നേരം വരെ, അത് ഈ ചൂടത്ത്, നിങ്ങൾ ആലോചിക്കണം, ഈ ചൂടത്ത് ഒരു സാരി കൊടുത്തുകൊണ്ട് ആ പുള്ളി അങ്ങ് നടത്തണം, എങ്കിലേ പുള്ളിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ പറയുന്നവർക്ക് പറയുമ്പോൾ ഘോരം വാദിക്കാം, എന്തുകൊണ്ട് സാരി കൊടുക്കാൻ പറ്റിയില്ല, എന്താണ് അവർ പറഞ്ഞാൽ കേട്ട എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ ഇത് ഉടുത്തോണ്ട് നടക്കുന്നവരുടെ ബുദ്ധിമുട്ടേ അവർക്കേ അറിയുള്ളൂ. അതേപോലെ ഡിസ്കംഫർട്ട്, പിള്ളേർ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പം ഈ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് പോലും നമുക്ക് പഠിപ്പിക്കാനുള്ളൊരു കംഫർട്ട്നെസ് ഉണ്ടല്ലോ. അപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ആര് പറഞ്ഞിട്ട് എന്താ കാര്യം, ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള മാന്യമായ എന്ത് വേഷവും ധരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എന്താണ് കുഴപ്പം, എന്ത് കുഴപ്പം, അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അവർ ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടാവാം, പക്ഷേ അവർ ചെയ്ത് പല ശരികളും നടക്കാതെ വന്നപ്പോഴാണ് അവർ ആ തെറ്റിലേക്ക് പോയതെന്ന കാര്യം ആരും മറക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് എനിക്കിന്ന് പറയാനുള്ള സുഹൃത്തുക്കളെ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് കുറേ വരുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ഒരാവശ്യമില്ലാത്ത. ഞാൻ അങ്ങനെ മോശമൊന്നും അധികം ആരെയൊന്നും പറയാറില്ല, പക്ഷേ എന്നാലും
കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്തിനെ എനിക്ക് വളരെയധികം എന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടമുള്ളൊരു നടി തന്നെയാണ്. എനിക്ക് അവരൊരു ഹിന്ദി സിനിമ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അവർ അതിനകത്തുണ്ട്. ഞാനിപ്പോൾ ഓർക്കും ചെയ്തു അവർ ഇത്ര നല്ലൊരു നടിയാണ്. പക്ഷേ അവരൊട്ടും കംഫർട്ടല്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണണമെന്ന് ഞാൻ അവരൊട്ടും കംഫർട്ടല്ല. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ല, പക്ഷേ അവരൊട്ടും കംഫർട്ടല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാത്ത വേഷം ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ അവരവരുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തു. പിന്നെ ചിലർക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് വിഷയമില്ല. പക്ഷേ എന്നാലും ഞാൻ ചെയ്യും. അപ്പം ഈ നെഗറ്റീവ് കമൻസിലൊന്നും ഞാൻ ഇനി മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടെ ഞാൻ ഈ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നന്ദി സുഹൃത്തുക്കളെ, എല്ലാവരും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.